ഹലോ ഗൈസ്, ഞാനിന്ന് ആർ&ബിയിലാണുള്ളത്. അപ്പോൾ ഞാൻ നേരെ നടന്നു പോയപ്പോൾ തന്നെ ബൈ വൺ അറ്റ് 30% ഓഫർ ആൻഡ് ബൈ ടു മോർ അറ്റ് 50% ഓഫറിൻ്റെ ബോർഡ് കണ്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ 3000 മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡഫൽ ബാഗും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് സ്കിൻ കെയറിനും ബോഡി കെയറിനും വേണ്ടിയിട്ട് ഒരുപാട് സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓഫർ പ്രൈസിനുണ്ടായിരുന്നു. എല്ലാം തന്നെ വേഗൻ ആൻഡ് ബ്യൂട്ടിയുടെ പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ എല്ലാം 100% നാച്ചുറലാണ്. ബോഡി ക്രീം, ബോഡി ലോഷൻ, അതുപോലെ തന്നെ ഷവർ ജെൽസ്, ഹാൻഡ് വാഷ്, അങ്ങനെ തുടങ്ങി ഒരുപാട് സെറ്റ് ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ അതിൻ്റെയൊക്കെ തന്നെ ടെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു 799 അല്ലെങ്കിൽ 899 റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. അതൊക്കെ തന്നെ നമുക്ക് ഓഫേഴ്സിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോ പ്രോഡക്റ്റിനും ഒരു 3-4 ഫ്ലേവേഴ്സിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്മെല്ല് ഏതാണോ അത് നോക്കി നമുക്ക് എടുക്കാം. എല്ലാ പ്രൊഡക്റ്റിൻ്റെ തന്നെ ടെസ്റ്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ഓരോ സ്മെല്ലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിലെനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ലോഷനാണ് കേട്ടോ. അപ്പോൾ ബോഡി ലോഷൻ 100 ml വരുന്നുണ്ട്, 250 ml വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു. പിന്നെ ഞാൻ അടുത്ത് പോയത് ബോഡി ക്രീമിലേക്കാണ്. അതും ഏകദേശം ഒരു 2-3 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. ബോഡി ക്രീമിലെ ടെസ്റ്റേഴ്സിന് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കുറേ പേരിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് കൊണ്ടായിരിക്കാം സ്മെല്ല് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്താലും അത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇഷ്ടപ്പെട്ട സ്മെല്ലൊന്നും തന്നെ അതിലുണ്ടാവണം എന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ബോഡി ലോഷനും അതുപോലെ തന്നെ ഒരു ബോഡി ക്രീമും കൂടെ എടുത്തു. ബോഡി ക്രീമിൻ്റെ ഈ ഒരു ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ നേരെ പോയത് ആക്സസറീസ് അറ്റ് 99 എന്ന് കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് നല്ല വെസ്റ്റേൺ കമ്മലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ 349 ഗൈസ്. അപ്പോൾ അത് ഞാൻ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങ് പോയിരുന്നു. പിന്നീട് ഞാൻ ബോഡി സ്ക്രബിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് പോലെ തന്നെ ബോഡി സ്ക്രബിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതിൽ എനിക്കിഷ്ടമായിട്ടുള്ള ഫ്ലേവർ അതിൻ്റെ ടെസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതൽ മൂവിങ് എന്ന്. പിന്നെ ഒരു 2 ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മറ്റേത് തീർന്നു പോയി, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ബോഡി സ്ക്രബിങ്ങിനെ കുറിച്ച് ആക്ച്വലി നമ്മൾ ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ഫേസിനെ പോലെ തന്നെ ബോഡി സ്ക്രബിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നീട് ഞാൻ പോയത് ഡ്രസ് കളക്ഷൻ ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ കിഡ്സിൻ്റെ, ടീൻസിൻ്റെ, അതുപോലെ തന്നെ വുമൻസിൻ്റെ ഒക്കെ തന്നെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജീൻസും കുറച്ച് ടോപ്സും ഒക്കെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നല്ല എത്നിക് വിയേഴ്സും ഫങ്ഷണൽ വിയേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പാർട്ടി ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള ഡ്രസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഒരു 999 ആ റേഞ്ചൊക്കെ വരുന്ന നല്ല കുർത്തി സെറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഡ്രസ്സൊക്കെ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. ഈ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ബാഗി ജീൻസും പിന്നീട് ഈ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷോർട്ട് ടോപ്പ് പിന്നെ ഈ ഒരു ബാഗി ജീൻസ് ഇത് രണ്ടും കൂടെ ട്രൈ ചെയ്ത് നോക്കി. ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ജസ്റ്റ് ഒരു ഫ്രോക്ക് പോലത്തെ ഉള്ളത് ഈ ഒരു ഡ്രസ്സ്, ഒരു ചൈനക്കാരിയുടെ ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തില്ല. പിന്നീട് അവിടെ ഒരുപാട് മെൻസ് കളക്ഷൻസും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആണല്ലോ ഇങ്ങനത്തെ പ്രിൻറ്റഡ് വർക്ക് വരുന്ന ഷർട്ടൊക്കെ തന്നെ. ഇപ്പോൾ ഓണത്തിനായാലും എല്ലാവരും ഇങ്ങനത്തെ ഷർട്ടൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഒരു 799 ആ റേഞ്ചിനൊക്കെ വരുന്ന ഷർട്ടുകളാണ്. 299 ടീഷർട്ട്സൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് പ്രത്യേകിച്ച് എനിക്കൊന്നും എടുക്കുകയില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ 3000 മുകളിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് ബാഗ് കിട്ടി ഗൈസ്, ഫ്രീ ആയിട്ട്. അങ്ങനെ ഞാൻ ബില്ലെല്ലാം പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ആർ&ബിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.